ഹലോ, അസ്സാം വലൈക്കും. എന്തെല്ലാമാണ് നമ്മളെ ഇതൊന്നും ആരും കാണുന്നില്ലേ? ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ എല്ലാവർക്കും. ഇത് സലാലെ തന്നെ നമ്മളെ ട്രിപ്പ് 9 കാണിച്ചതിൻ്റെ ബാക്കിയാണ്, ട്രിപ്പ് 10. ഇത് ഞാൻ എന്താ പറയുക, ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ മ്യൂസിയത്തിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. കാണുമ്പോൾ കര കാണാ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, ആ പാട്ടൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തൊരു ഭംഗിയുള്ള സ്ഥലം നോക്കിയേ. മ്യൂസിയത്തിൻ്റെ പുറത്തത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്ന് വെറുതെ ജസ്റ്റ് ഇതും കൂടി എല്ലാവർക്കും കാണിക്കാമല്ലോ എന്നുള്ള ലെവലിൽ ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഇങ്ങനെ കുറേ ദൂരം വരെ ഇങ്ങനെ ഈ ഒരു ഇതുണ്ട് കേട്ടോ. ആ മ്യൂസിയത്തിൻ്റെ മുന്നേ തന്നെ ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അപ്പുറത്ത് ഒരു വലിയൊരു കഥ പറയാനുണ്ട്. അപ്പുറത്ത് ആ ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ആ ഭാഗത്തായിട്ട് ഈ കടൽ ഈ ഇത് കാണുന്നില്ലേ, ആ ഭാഗത്തായിട്ട് കുറേ കള്ളന്മാരൊരു രാജ്യമായിരുന്നു അത്ര. അത് നമ്മൾ കള്ളന്മാരുടെ രാജ്യമായത് കാരണം ഒരു സുപ്രഭാതത്തിൽ അതൊന്നായിട്ട് ഭൂമി അട്ടിമറിഞ്ഞ രീതിക്ക് വന്നിട്ട് കാണുന്നില്ല ആ ഭാഗം ഭൂമി ഒന്നായിട്ട് കിഴിമറിഞ്ഞിട്ട് ആ നാടേ നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞെന്നാൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എനിക്കതൊക്കെ അത്ര അറിയുള്ളൂ. അവർ പറഞ്ഞ അത്ര വിശദീകരിച്ച് പറയാനൊന്നും എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അത്ര ചുരുക്കി പറഞ്ഞത് ഞാൻ. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതിപ്പോൾ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ചെറിയ ഇങ്ങനെയുള്ള ബോട്ടുകളും, പിന്നെ അപ്പുറത്തേക്ക് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കാണാം ചെറിയ വേറെ തോണീൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകണം. പക്ഷെ ഇത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. നേരിട്ട് കാണാൻ അതൊക്കെ സത്യം പറഞ്ഞാൽ രസം. ഇതും ഒമാനിലെ സലാല പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ. ആ മ്യൂസിയത്തിലുള്ള വ്യൂസാണിത്. ആരെങ്കിലുമൊക്കെ ഇത് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കാണണം, മറക്കാതെ കാണും വേണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വീഡിയോസാക്കി എടുത്തിട്ടുള്ളത്. കണ്ടോ, താറാവൊക്കെ ഉണ്ട് ആ മ്യൂസിയത്തിൻ്റെ അവിടെ തന്നെ. അവിടെ ഇങ്ങനെ 2-3 താറാവിനെ കണ്ട്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തു. പിന്നെയും വീണ്ടും ഞാൻ നടന്നു പോകുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളമുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് അട്ടിമറിഞ്ഞു പോയ ഭൂമി. ഒന്നായിട്ട് അട്ടിമറിഞ്ഞു പോയി. ആ കള്ളന്മാരെ നാടേ നശിച്ചു പോയി. അങ്ങനെയൊക്കെ ഓരോരോ കഥകളുണ്ട് അവിടെ അതിനെ കുറിച്ചിട്ടൊക്കെ. ഇത് ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ആ വെള്ളത്തിൻ്റെ കുറേ ഭാഗത്തേക്ക് കൊണ്ട് നടന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ആ വെള്ളത്തിന് മുകളിൽ കൂടെ. അതിലൂടെ നമുക്ക് നല്ല അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയാണത്. ആ ഒരു മണ്ണിലോട്ട് പോകാനുള്ളൊരു വഴിയാണ് ആ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ കൂടി മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു തോണിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിത് അവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നിന്ന് ഒന്നിങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ള ലെവലിൽ ഒരു 2 സെക്കൻഡ് അവിടെ നിന്നിട്ടോ. അതാ കണ്ടോ, ഫോട്ടോ എടുക്കാനുള്ളൊരു പോസ് കൊടുത്തു. അവിടെ നിന്ന് ഒരു ഭംഗിയാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് വീട്ടിലേക്കൊക്കെ അയക്കുമ്പോൾ ഒരു ഫോട്ടോ പോസൊക്കെ കൊടുക്കണം.